ആപ്കി അദാലത്തിൽ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ശിവരാജ് സാർ, വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നുണ്ട് താങ്കളുടെ സംസാരമൊക്കെ വളരെ നല്ലതാണ്. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ ബഹുമാനത്തോടുകൂടി എളിമയോടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പോഴൊക്കെ താങ്കളുടെ സംസാരത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 10 അടി കുഴിയിലേക്ക് ഇറക്കി വെക്കും. നിങ്ങളുടെ വീട് ഇടിച്ച് അവിടെ ഒരു മൈതാനം ഉണ്ടാക്കുമെന്ന് പറയുന്നു. താങ്കൾ ക്രഷ് ചെയ്യുമെന്നും പറയുന്നു, ചവിട്ടി അരയ്ക്കുമെന്നും പറയുന്നു. ആരെ? നോക്കൂ, ഞാൻ മുഖ്യമന്ത്രിയായത് ഈ അടുത്തല്ല. ഞാൻ 2005 മുതൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ സമയത്ത് മധ്യപ്രദേശിന്റെ വടക്കുഭാഗത്തെ കൊള്ളക്കാരുടെ സങ്കേതമെന്നാണ് പൊതുവെ പറയാറ്. പല കൊള്ളക്കാരുടെയും കഥകൾ പിന്നീട് സിനിമകളൊക്കെയായി മാറിയിട്ടുണ്ട്. പിന്നെ ഡാക്കു മൽക്കാൻ സിംഗ്, പാങ് സിംഗ്, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അവരെയൊക്കെ ലൈനിൽ നിർത്തി അവരെയൊക്കെ കൊന്നു തള്ളുമായിരുന്നു. കോൺഗ്രസിന്റെ ഭരണകാലത്ത് 14 പേരായിട്ട് നിർത്തിയിട്ട് അവരെയൊക്കെ കൊല്ലുമായിരുന്നു. വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് അവർ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തു വരിക. കൊള്ളക്കാരെപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു വരും, എപ്പോൾ കൊള്ളയടിക്കുമെന്നൊന്നും നമുക്കറിയില്ല. ഞാൻ മുഖ്യമന്ത്രി ആയ ഉടനെ ഗ്വാളിയാറിലൊരു മീറ്റിംഗ് നടത്തി. DGP പിന്നെ മറ്റു പോലീസ് ഓഫീസർ എല്ലാവരോടും പറഞ്ഞു, മധ്യപ്രദേശിൽ ഒന്നുകിൽ കൊള്ളക്കാരുണ്ടാവണം അല്ലെങ്കിൽ ശിവരാജ് ഉണ്ടാവണം, രണ്ടുപേരും ഒരുമിച്ച് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ അവർക്കൊരു ടാസ്ക് കൊടുത്തു. പിന്നെ ആ പോലീസിനെ ഓർത്ത് എനിക്കിന്ന് അഭിമാനമുണ്ട്. 6 മാസം കൊണ്ട് എല്ലാ കൊള്ളക്കാരെയും ഞങ്ങൾ കൊന്നു തള്ളി. എന്നാൽ കോൺഗ്രസിന്റെ കാലത്ത് അവരെല്ലാവരും തന്നെ സുരക്ഷിതരായിരുന്നു. എല്ലാ കൊള്ളക്കാരെയും ഞങ്ങൾ കൊന്നു തീർത്തു. എന്നാൽ ഇന്ന് വരെ വീണ്ടും ഒരു കൊള്ളക്കാരനെ ആ ഭാഗങ്ങളിൽ നിന്ന് വളരാൻ അനുവദിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ അനുവദിക്കുകയുമില്ല. അത് ഞങ്ങൾ വേരോടെ ഇല്ലാതാക്കി. പിന്നൊരു കാര്യം, മധ്യപ്രദേശിൽ ഒരു കാലത്ത് ദിഗ്വിജയ് സിംഗിന്റെ ഭരണമായിരുന്നു. നക്സൽ സിറ്റിംഗ് മന്ത്രി മരണപ്പെട്ട നിക്കിറാം കാവേരി അദ്ദേഹത്തിന്റെ കഴുത്ത് വെട്ടി. നക്സലിസം അന്ന് വളരെ തീവ്രമായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ നക്സലിസത്തെ പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിലാക്കി. ഞങ്ങൾ ഈ വർഷം പോലും പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ച നക്സലേറ്റുകളെ കൊന്നിട്ടുണ്ട്. ഞങ്ങൾ അവരുടെ നെറ്റ്വർക്ക് തന്നെ മുഴുവനായിട്ടും ഇല്ലാതാക്കി. ദിഗ്വിജയ് അദ്ദേഹത്തിന്റെ കാലത്ത് എത്രയോ നക്സലേറ്റുകൾ ഉണ്ടായിരുന്നു. അവർ എത്രയോ വലിയ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. അവർ ആയുധങ്ങൾ ഉപയോഗിച്ചു, വെടിവെപ്പുകൾ നടത്തി. ഞങ്ങൾ ഇന്ന് ആ നെറ്റ്വർക്ക് തന്നെ ഇല്ലാതാക്കി. പിന്നെ സെമി ജനങ്ങളിൽ ജയിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചു. അവർക്ക് ഒരുപാട് ദൂരം ഓടാൻ കഴിഞ്ഞില്ല. അവരെയും എൻകൗണ്ടറിൽ കൊന്നു. ഞങ്ങൾ കുറ്റവാളികൾക്കെതിരായിട്ട് തുടക്കകാലം മുതലേ തന്നെ നടപടികൾ എടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് പോലും ആരെങ്കിലും മാഫിയകളാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഗുണ്ടകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റൗഡികളുണ്ടെങ്കിലും അവർ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തിയാൽ ഞാൻ ഒരിക്കലും അവരെ വെറുതെ വിടാറില്ല. ഇനി അതുപോലെയുള്ള ആളുകളെ സമൂഹത്തിൽ വെച്ച് പൊറുപ്പിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. മധ്യപ്രദേശാണ് ഇത്തരത്തിലൊരു നിയമം നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം. പാവപ്പെട്ട പെണ്ണുങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തിയാൽ അവരെ ഞങ്ങൾ നേരിട്ട് തൂക്കിലേറ്റും. അങ്ങനെ ഒരു നിയമം ആദ്യമായിട്ടുണ്ടാക്കിയത് ഞങ്ങളാണ്. പിന്നെ അതുപോലെയുള്ള കുറ്റവാളികളെ, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് 10 അടിയുള്ളൊരു കുഴി കുഴിച്ച് അങ്ങനെ തന്നെ ജീവനോടെ കുഴിച്ചിടണം. ഇതിന്റെ അർത്ഥം അവർക്ക് കഠിനമായ ശിക്ഷകൾ തന്നെ കിട്ടും എന്നതാണ്. ഇതൊരു ഉദാഹരണമായിരിക്കണം. കുറ്റവാളികൾ കുറ്റം ചെയ്യാൻ എന്നും ഭയപ്പെടണം. കൊള്ളക്കാർക്ക്, ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്നവർക്ക്, മറ്റു കുറ്റവാളികൾക്ക്, എല്ലാവർക്കും എന്റെ ഭരണകൂടം വളരെ ക്രൂരമായ ഒന്നാണ്. സാധാരണക്കാർക്ക് അത് പൂക്കളെ പോലെ പവിത്രമായിരിക്കും. ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ ഇപ്പോൾ താങ്കളെ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, താങ്കൾ യോഗി ആദിത്യനാഥിനെ ഫോളോ ചെയ്യുകയാണ്. ഇപ്പോഴൊക്കെ ബുൾഡോസർ ഓടിക്കാൻ തുടങ്ങി. ബാബയുടെ ബുൾഡോസർ വരുമെന്ന് പറയുന്നു. ഇത് നോക്കൂ, ഞങ്ങൾ കഠിനമായ നടപടികൾ എപ്പോൾ മുതലാണ് എടുക്കാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ, അതായത് ഈ കാര്യം സത്യമാണ്, 23,000 ഏക്കർ സ്ഥലം, അതെ സത്യമാണ്, 23,000 ഏക്കർ സ്ഥലം. അവർ എങ്ങനെയുള്ളവരാണെന്നാൽ അവർ സ്വയമേവ ശക്തിയുള്ളവരാണ്, ഞങ്ങൾ മാഫിയകളാണ് എന്നൊക്കെ വിചാരിക്കുന്നു. ജനങ്ങൾ അവരെ പേടിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് നിയമവിരുദ്ധമായ പല കാര്യങ്ങളുമുണ്ട്. ആ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ ബുൾഡോസർ അയച്ചുകൊണ്ട് തിരിച്ചെടുത്തു. ആ തിരിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു. പാവങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നു. ഭോപ്പാലിൽ, ഗ്വാളിയാറിൽ, ഇൻഡോറിൽ എല്ലായിടത്തും സ്വരാജ് കോളനികൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. മാഫിയകളുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ സ്ഥലം തിരിച്ചെടുത്തത്. കിട്ടിയ സ്വരാജ് കോളനിയിലേക്ക് ദിഗ്വിജയ് സിംഗും പോയിരുന്നു, കമൽനാഥ് സാറും പോയിരുന്നു. ദിഗ്വിജയ് സിംഗിനെ കരച്ചിലടക്കാൻ പറ്റില്ല. താങ്കൾ ബുൾഡോസർ വെച്ച് പാവങ്ങളുടെ മേൽ കയറ്റുകയാണെന്ന് പറഞ്ഞു. മാഫിയ ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കളായിരിക്കാം. അതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു സാധാരണക്കാരന്റെ സ്ഥലത്തും ബുൾഡോസർ പോയിട്ടില്ല. ആരാണോ അവിടെ പോയത് അവർ വെറുതെ കണ്ണീരൊഴുക്കാൻ വേണ്ടി മാത്രം പോയതാണ്. കാരണം അവിടെ അവരുടെ വർക്കേഴ്സ് ഉണ്ടാവും. പഴയകാലത്ത് തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്തത് അവരായിരുന്നിരിക്കാം. അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യും. പക്ഷെ എന്റെ സംസ്ഥാനത്ത് ഇത്തരം തെറ്റ് ചെയ്യുന്നവരെ ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല. പിന്നെ താങ്കൾ ടൈഗർ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ 1.5 വർഷം മുഖ്യമന്ത്രി അല്ലാതിരുന്നപ്പോഴാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയില്ലേ, എല്ലാവരും ശ്രമിച്ചു, അതായത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി, BJPയിലുള്ളവരെയൊക്കെ തളർത്തി കളയാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രി അല്ലെങ്കിലും ടൈഗർ എന്നും ജീവനോടെ ഉണ്ട് എന്ന്.
താങ്കളെക്കുറിച്ച് പ്രതിപക്ഷത്തുള്ളവർ എന്താണ് പറയുന്നതെന്ന് താങ്കൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പ്രിയങ്ക ഗാന്ധി മധ്യപ്രദേശിൽ പോയിരുന്നു. അവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ 220 മാസം റൂൾ ചെയ്തതിന് ശേഷം ശിവരാജ് സിംഗ് ചൗഹാൻ 225 അഴിമതികൾ നടത്തിയിരിക്കുകയാണെന്ന്. നമ്പറൊക്കെ കൊള്ളാലോ, 220 പിന്നെ 225. അഴിമതി നടത്തിയോ ഇല്ലയോ? അവർക്ക് എത്ര അഴിമതികൾ ഓർമ്മയിൽ വരുന്നുവോ, ഈ അഴിമതി, ആ അഴിമതി, ഭക്ഷണത്തിൽ അഴിമതി, ജലത്തിൽ അഴിമതി, അകത്ത് പോയാൽ അഴിമതി, ഇനി പുറത്തു വന്നാൽ അതും അഴിമതി. ജേർണലിസ്റ്റ് ഏതാ അഴിമതി എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങൾ തന്നെ വായിച്ചു നോക്കിക്കോളൂ എന്നും പറഞ്ഞു. സത്യം എന്താണെന്നാൽ നമ്മളൊരു കാര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നുവോ അങ്ങനെ തന്നെ നമ്മുടെ കണ്ണിൽ അത് തെളിയും. അതായത് മുന്നേ കോൺഗ്രസ് ഭരണത്തിലിരുന്നപ്പോൾ ഇവിടെ ഒരുപാട് അഴിമതികളുണ്ടായിരുന്നു. അതായത് ഈയിടെയായിട്ട് 15 മാസം അവർ ഭരിച്ചു. ആ കാലയളവിൽ മധ്യപ്രദേശിന്റെ അവസ്ഥ എന്തായിരുന്നു? ഞാനത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവരാണോ അഴിമതിയെപ്പറ്റി സംസാരിക്കുന്നത്? എന്താ നിങ്ങൾ തന്നെ? ഞാനൊരു ഉദാഹരണം ഇപ്പൊ പറയാം. അവര് സ്പെസിഫിക് ആയിട്ട് എന്താ പറയുന്നത് വെച്ചാൽ, പ്രിയങ്ക ഗാന്ധി ഒരു ലെറ്റർ അയച്ചിരുന്നു. അതിലെന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ, കോൺട്രാക്ടർ ഹൈക്കോടതിയിലേക്ക് ലെറ്റർ അയച്ച് 50% ചോദിക്കുന്നുവെന്ന്. 50% കമ്മീഷൻ ചോദിക്കുന്നതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ ആ കോൺട്രാക്ടറെ അന്വേഷിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം എങ്ങോട്ടോ ഓടിപ്പോയി. ഞങ്ങൾ അന്വേഷിച്ചു, പക്ഷേ എവിടെ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. ഇതൊക്കെ എവിടെ നിന്നാണ് പഠിച്ചതെന്ന് എനിക്കറിയില്ല. കർണാടകയുടെ അതിർത്തിയിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ നടക്കുന്നതായിട്ടും ഞാൻ കേട്ടു. പക്ഷേ ഇതിനൊന്നും യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവർക്ക് മറുപടി കൊടുത്തേ തീരൂ. അതാണ് ശരി. ശ്രീ കമൽനാഥ് ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഇൻകം ടാക്സും ഇഡിയുമൊക്കെ റെയ്ഡിന് പോയി 280 കോടി രൂപയാണ് പിടിച്ചെടുത്തത്. ശ്രീ കമൽനാഥ് ആരുമായിട്ടായിരുന്നു ക്ലോസ് ആയിരുന്നത്? ന്യൂസ് പേപ്പറിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാറുള്ള ആളുകളുടെ ഫോട്ടോയ്ക്ക് ഒന്ന് നോക്കൂ നിങ്ങൾ. ആ സമയത്ത് ന്യൂസൊക്കെ ഒന്ന് നോക്കൂ. ഭല്ലഭവൻ മധ്യപ്രദേശ് സെക്രട്ടറിയുടെ ഔദ്യോഗിക വാസസ്ഥലമാണ്. അത് ദല്ലാൾമാരുടെ കേന്ദ്രമാക്കി അവർ മാറ്റിയില്ലേ? കൈക്കൂലി, പണം കൊടുക്കാതെ അവിടെ ഒരു കാര്യവും നടക്കില്ല. കളക്ടർ പിന്നെ SP പദവിയിലുള്ളവരിൽ നിന്ന് അവർ പണം പിരിക്കാറുണ്ടായിരുന്നു. ഭല്ലഭവനിലേക്ക് ജനങ്ങൾ വരാറേയില്ലായിരുന്നു. ജനപ്രതിനിധികളും വരാറില്ലായിരുന്നു. ഈ ദല്ലാൾമാരവിടെ ഇരിക്കുമായിരുന്നു. അവരാണ് എല്ലാം ഡീലിംഗ് നടത്തിയത്. മധ്യപ്രദേശിനെ നശിപ്പിക്കുന്ന എല്ലാ ഡീലിങ്ങുകളും അവർ തന്നെയാണ് നടത്തിയത്. പിന്നെ അഴിമതികളെപ്പറ്റി പറയണമെങ്കിൽ അതിനെതിരെ EDയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തുള്ളത് അവരുടെ സ്വന്തം ആളുകളാണ്. ഇതിനെന്തെങ്കിലും മറുപടി ഉണ്ടോ? അവർക്ക് കുറ്റം ആരോപിക്കാൻ വളരെ എളുപ്പമാണ്. അവർ താങ്കളെ പെയ്ഡ് CM എന്നാണ് വിളിക്കുന്നത്. അവർ അങ്ങനെ ഒരു പോസ്റ്റർ അടിച്ചിട്ടുണ്ട്. നോക്കൂ, അവരുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. വളരെ ഭയത്തോടെയും ടെൻഷനോടെയുമാണ് കഴിഞ്ഞു പോകുന്നത്. അതിനിടയിൽ ചെറിയൊരു ആത്മവിശ്വാസം വന്നിരുന്നു. അപ്പോൾ അവരുടെ ഭരണം വന്നു, അവർ ഇനി എല്ലാം ശരിയാക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും നടന്നില്ല. പക്ഷെ ഇന്ന് അവർക്ക് അടി പിഴച്ചുകൊണ്ടേയിരിക്കുകയാണ്. വായിൽ വന്നതൊക്കെ അവർ വിളിച്ചു കൂവുന്നു. എവിടെ എന്ത് പറയണമെന്ന ധാരണ പോലും അവർക്കില്ലാതായിരിക്കുകയാണ്. അവരുടെ അനുഭാവികൾക്ക് പോലും വിശ്വാസം നഷ്ടപ്പെട്ടു. അവര് 15 മാസം അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ താങ്കളത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു? ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഷിൻവാഡ സിതായി കോംപ്ലക്സ്, അവിടെ ഒരു പണിയും നടക്കാതെയും കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷനുകൾ നടക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ താങ്കളുടെ ആൾക്കാർ ഒരു പോസ്റ്റർ അടിച്ചിരുന്നു, കമൽനാഥിനെ കറപ്റ്റ് നാഥ് എന്ന് പറഞ്ഞു. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആരെന്ത് ചെയ്താലും അത് അവർക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന്. പക്ഷേ മധ്യപ്രദേശിൽ ഇതിനു മുൻപ് ഇങ്ങനൊരു ക്യാമ്പയിൻ നടന്നിട്ടേയില്ല. താങ്കളെ പെയ്ഡ് CM എന്ന് പറയുന്നത്, കമൽനാഥിനെ കറപ്റ്റ് നാഥ് എന്ന് പറയുന്നത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളം മാർന്ന് വിളിക്കുന്നു. അത് അവരാണ് തുടങ്ങിയത്. അവരെന്ത് ചെയ്തുവോ അതിനനുസരിച്ച് ഞങ്ങളുടെ അനുഭാവികൾ തിരിച്ചു ചെയ്യുന്നുണ്ടാവും. താങ്കളുടെ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 50-50, അതാണ് കമൽനാഥിന്റെ പങ്കെന്നാണ്. അവരുടെ ഭരണം നടന്നുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഗവൺമെന്റിൽ ആരാണ് യഥാർത്ഥ മുഖ്യമന്ത്രി എന്ന ചിന്ത പോലും ഉണ്ടായിരുന്നു. മുന്നിൽ കമൽനാഥിന്റെ മുഖമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നിൽ നിന്ന് പണിയെടുക്കുന്നത് ദിഗ്വിജയ് അദ്ദേഹമായിരുന്നു. ജനങ്ങൾ പറയാറ് വ്യാജമുഖം തെളിഞ്ഞിരിക്കുന്നു, ശരിക്കുള്ള മുഖം മറഞ്ഞിരിക്കുന്നു എന്ന്. അതുകൊണ്ടാണ് ജനങ്ങൾ അങ്ങനെ പറഞ്ഞത്. നോക്കൂ, അവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അവരുടെ സർക്കാർ ഉള്ള സമയത്ത് അവർ ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന്. 27 ലക്ഷം കർഷകരുടെ ലോൺ അവർ ഭരണത്തിൽ വന്നപ്പോൾ എഴുതി തള്ളി എന്ന്. 900-ത്തേക്കാളും ഒരുപാടധികം വാഗ്ദാനങ്ങൾ അവർ നൽകിയിരുന്നു. പിന്നെ അവർ നൽകിയ വേറൊരു വാഗ്ദാനമായിരുന്നു 10 ദിവസങ്ങൾക്കുള്ളിൽ. നിങ്ങൾ വേണമെങ്കിൽ എണ്ണം നോക്കിക്കോളൂ. ഞാൻ ആ വീഡിയോ ഒരുപാട് സ്ഥലത്ത് കാണിച്ചിട്ടുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞതെന്നാൽ 10 ദിവസത്തിനുള്ളിൽ അദ്ദേഹം എണ്ണും 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന്. 10 നാളുകൾക്കുള്ളിൽ ആനുകൂല്യങ്ങൾ നൽകിയില്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയെ മാറ്റുമെന്ന്. 15 മാസങ്ങൾ കഴിഞ്ഞു, എന്നിട്ടും കർഷകരെ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വെറും ചടങ്ങുകൾ മാത്രം നടത്തി ലക്ഷക്കണക്കിന് കർഷകരെ അവർ ഡിഫോൾട്ടറാക്കി കളഞ്ഞു. ഞങ്ങളുടെ കടമൊക്കെ എഴുതി തള്ളുമോ എന്ന ആശങ്കയിലായിരുന്നു അവർ. പണം കിട്ടാത്തതുകൊണ്ട് ഡീഫോൾട്ടറായി. അവരുടെ മേലെ പലിശയുടെ കെണിയും വർദ്ധിച്ചു.
ആ പലിശകളൊക്കെ ഞാൻ ഇപ്പോഴാണ് കുറച്ചുകൊണ്ട് വന്നത്. അവരെന്താ ചെയ്തത്? കർഷകരുടെ പേരിൽ 2200 കോടി രൂപ മുക്കിയില്ലേ? അവർ കർഷകരെ പറ്റിക്കുകയല്ലേ ചെയ്തത്? അവർ അധ്വാനിക്കുന്നവരെ പറ്റിക്കുകയല്ലേ ചെയ്തത്? ജോലി ഇല്ലാത്തവർക്ക് 4000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു, പക്ഷെ 1 രൂപ പോലും കൊടുത്തില്ല. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, നിങ്ങൾക്കുള്ള എല്ലാ കടങ്ങളും എഴുതി തള്ളുമെന്ന് പറഞ്ഞു, പക്ഷെ ഇതുവരെ ഒന്നും തന്നെ ചെയ്തില്ല. ഓരോ വിളവെടുപ്പിനും ബോണസ് നൽകുമെന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു. 900 വാഗ്ദാനങ്ങൾ, പക്ഷെ ഒരു ബോണസും ആർക്കും കിട്ടിയില്ല. അവർ കൊടുത്ത ഒരു വാഗ്ദാനം പോലും നിറവേറ്റപ്പെട്ടില്ല. പിന്നെ അവർ കൊടുത്ത ഈ വാഗ്ദാനങ്ങൾ നിറവേറ്റാതെ പോയപ്പോൾ സിന്ധ്യാജി പറഞ്ഞു അതൊക്കെ നിറവേറ്റണമെന്ന്. അപ്പൊ കമൽനാഥ് അവരെ തന്നെ തുറച്ചു നോക്കി. ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. തെരുവിലേക്ക് ഇറങ്ങുമെന്ന് ചോദിച്ചു. അവരിറങ്ങി, പക്ഷെ അവരിവരെ കമഴ്ത്തി അടിച്ചു. സിന്ധ്യയെ അവര് കമത്തി അടിച്ചോ അതോ താങ്കളാണ്? നിങ്ങൾ നോക്കിക്കേ, അത് പണ്ട് കമൽനാഥ് പറയാറുണ്ടായിരുന്നു, അത് അയാളുടെ അമ്മി ഒരുപാട് നേരമായിരിക്കും നല്ല വെയിറ്റ് ആയിട്ട് അരയ്ക്കുമെന്നൊക്കെ. പക്ഷെ അവർ എത്ര വെയിറ്റ് ആയിട്ട് അരച്ചതെന്ന് വെച്ചാൽ അവർ ഗവൺമെന്റിനെ തന്നെ അരച്ചു കഴിഞ്ഞു. അവർ ചെയ്ത കാര്യം അത്തരത്തിലുള്ളതാ. അതുകൊണ്ട് കോൺഗ്രസ് തന്നെ ഇന്ന് ശിഥിലമായി. ശ്രീ സിന്ധ്യ പറഞ്ഞുകൊണ്ടേയിരുന്നതാ വാഗ്ദാനങ്ങൾ നിറവേറ്റണമെന്ന്, ജനങ്ങളെ സേവിക്കണമെന്ന്. അതൊക്കെ അവർക്ക് തെറ്റായിട്ട് തോന്നി. പിന്നെ ദിഗ്വിജയ് സിംഗ് അവരുമായിട്ട് വഴക്കിലായി. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി താങ്കൾ 2.5 കോടി ചെലവഴിച്ചെന്ന്. ദിഗ്ഗി ബാബ അദ്ദേഹം ചുമ്മാ ഓരോന്ന് പറയും, പക്ഷെ അതിനെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവാറില്ല. ഇപ്പൊ അവരുടെ ദുഃഖം മറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ തീരൂ. ജനങ്ങളിതും പറയാറുണ്ട്, അദ്ദേഹം കമൽനാഥിന്റെ അഡ്വൈസറാണ്, അതുകൊണ്ടാണ് കമൽനാഥ് തോറ്റത് എന്നൊക്കെ. അതായത് ഇപ്പൊ ജനങ്ങൾക്ക് പോലും വിശ്വാസമില്ല. പാല് ചൂടാക്കുകയാണെങ്കിൽ ഊതി ഊതിയിട്ട് വേണം കുടിക്കാൻ. അതുപോലെ എല്ല് കത്തുകയാണെങ്കിൽ ഒരു തവണ മാത്രമേ കത്തുകയുള്ളൂ, അത് പിന്നെ ചാരമാവും. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണം? ഞങ്ങൾക്കറിഞ്ഞ് CM സാർ എപ്പോഴും നല്ല ഒരു ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കുമല്ലോ. ഈ ബിസി സ്കെഡ്യൂളിൽ എങ്ങനെയാണ് നിങ്ങൾ ഇത്ര നല്ലപോലെ ഫിറ്റ്നസ് നോക്കുന്നത് സാർ? 2 കാര്യങ്ങൾ ചോദിക്കുന്നത് വെച്ചാൽ താങ്കളുടെ മുഖം എന്താണ് ഇങ്ങനെ ചുമന്നു പോയത്? എന്റെ മുഖം അത്ര ചോന്നിട്ടൊന്നും അല്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്, 24 മണിക്കൂറിൽ 18 മണിക്കൂറും ഞാൻ ജോലി എടുക്കാറുണ്ട്. അതിന് 2 കാരണങ്ങളുണ്ട്. അതിലൊന്ന്, എന്റെ മനസ്സിൽ ജോലി ചെയ്യാനുള്ള ശക്തിയും ആഗ്രഹവും വളരെയധികമുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ഫയർ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലൂടെ പിന്നീട് പ്രതിഫലിക്കാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് ജോലിയെടുക്കാനുള്ള ശക്തിയും തരും. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നേർച്ചയുണ്ടെങ്കിൽ, അതായത് വൈഷ്ണവി ദേവി 14 കിലോമീറ്റർ നടന്നു പോകണമെന്ന് കുട്ടികളോട് പറഞ്ഞാൽ പോലും അവർ നടന്നു പോകും. പക്ഷേ ഇവരെ കൊണ്ട് വെറും 2 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞാൽ അത് അവർക്ക് പറ്റില്ല. നമുക്കുള്ളിൽ സമർപ്പണം ഉണ്ടെങ്കിൽ അതിനുള്ള ശക്തി നമ്മുടെ ശരീരം തരും. 2ാമത്തെ കാര്യം, നമ്മൾ ശരീരത്തെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേ തീരൂ. ഞാൻ രാവിലെ യോഗ ചെയ്യാറുണ്ട്, കുറച്ചുനേരം ധ്യാനമിരിക്കും, പ്രാണായാമം ചെയ്യാറുണ്ട്. നോക്കൂ, ശരീരം എന്നത് ആദ്യം കലു ധർമ്മസാധനം. അതായത് എല്ലാ ധർമ്മങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ശരീരം വളരെ ആരോഗ്യത്തോടെ ഇരിക്കണം. അതെന്നും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുകയും വേണം. ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി പറയാം. ഞാൻ 3 കാര്യങ്ങളാണ് ലൈഫിൽ ഫോളോ ചെയ്യുന്നത്: മിത് ബുക്ക്, റിത് ബുക്ക്, പിന്നെ ഹിത് ബുക്കും. മിത് ബുക്കിൽ വിശപ്പിനേക്കാളും കുറച്ചേ കഴിക്കാവൂന്ന് പറയുന്നുണ്ട്. ഋത് ബുക്കിൽ പറയുന്നത് ഋതുക്കൾ മാറുമ്പോൾ കായ്ക്കുന്ന കായ്കളും പഴങ്ങളും അതൊക്കെ നിങ്ങൾ കഴിക്കണം. പിന്നെ ഹിത് ബുക്ക് എന്ന് വെച്ചാൽ ശരീരത്തിന് ആരോഗ്യകരമായത് കഴിക്കണം. പിന്നെ കച്ചോടി സമോസയൊക്കെ കഴിച്ചാൽ, പിസ്സ ബർഗറും ഒക്കെ കഴിച്ചാൽ നമുക്ക് ഫിറ്റ് ആയിട്ടിരിക്കാൻ സാധിക്കില്ല. നമ്മൾ അതിലൊക്കെ നിർബന്ധം കാണിച്ചേ തീരൂ. ആരൊക്കെ ഫിറ്റായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു അവർക്കെല്ലാവർക്കും താങ്കൾ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്.